പിറവിക്കാലം 1-ാം വ്യാഴം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുവിന്റെ ദൗത്യം. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് മാനസാന്തരം? മനുഷ്യപ്രകൃതത്തിന്റെ സ്വാഭാവിക പ്രവണത സ്വതന്ത്രമായി പരമാവധി സന്തോഷമായി ജീവിക്കുക എന്നതാണ്. മാനസാന്തരം എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വതന്ത്ര ജീവിതത്തിന് ചില നിയന്ത്രണങ്ങളൊക്കെ വേണ്ടിവരും എന്നാണ് നാം ധരിച്ചു വെച്ചിരിക്കുന്നത്. മാനസാന്തരം എന്നാൽ അന്ധകാരത്തിലായിരുന്ന അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ്. വെളിച്ചത്തിന്റെ സുഖം എന്തെന്ന് തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിൽ നിന്നുള്ള മോചനമാണത്. ആത്മാവിന്റെ മരണാവസ്ഥയാണ് ഏറ്റവും വലിയ അന്ധകാരം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് അക്കിത്തം എഴുതി. എന്നാൽ ദൈവപ്രചോദിതമായി യേശയ്യ എഴുതിയിരിക്കുന്നത്, മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തിരിക്കുന്നു. എത്ര പ്രത്യാശാനിർഭരമായ ഒരു വാഗ്ദാനം! അതിന്റെ പൂർത്തീകരണമാണ് യേശുവിൽ നിറവേറിയിരിക്കുന്നത്. മരണത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവന് നിത്യജീവൻ പ്രദാനം ചെയ്യാനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്.